ഹായ് ഗേയ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉള്ളത് മലമേൽ പാറ. മലമേൽ ഇരുമ്പഴികത്ത് ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം. ഇവിടെ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെയാണ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ടായിരിക്കും ഇവിടെ കംപ്ലീറ്റ് അടച്ച് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കും. പക്ഷേ നമുക്ക് പോകാൻ ഇവിടെ ഒരു വഴിയുണ്ട്. കണ്ടോ, നമ്മൾ ഈ കാട്ടിൽ കൂടെ കയറി പോകുന്നതായിരിക്കും. അപ്പം മലമേൽ പാറ എങ്ങനെ ഉണ്ടെന്ന് കാണാം. അപ്പം നമുക്ക് പോകാം. കാനന്ന വാസ കലിയുഗ വരത കാട്ടിക്കൂടെ പോകാം. വീണില്ലെങ്കിൽ കൊള്ളാം. ഇന്ന് നമ്മുടെ വ്ലോഗ് ഇച്ചിരി സാഹസികത നിറഞ്ഞതാണ്. ഇവിടിപ്പോൾ അങ്ങനെ ടൂറിസ്റ്റുകളൊന്നും കയറ്റി വിടുന്നില്ല. കാര്യം ലോക്ക്ഡൗണൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിൽ ഇരുന്ന് മടുത്ത് ഇപ്പോൾ കിട്ടുന്ന പാറയും മലയും കുന്നും ഒക്കെ കയറി നടക്കുക. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാം. ഞാൻ ഇതിനു മുമ്പ് ഒരു തവണ ഇവിടെ വന്നിട്ടുള്ളതാണ്. പെട്ടെന്ന് ഒന്നും കൂടെ വരണമെന്ന് തോന്നി, അങ്ങനെ ഇറങ്ങി തിരിച്ചതാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഇവിടെ വൈകുന്നേര സമയം വരാനാണ് അടിപൊളി കേട്ടോ. ഇനി ഈ കുന്നിൻ്റെ 360 ഡിഗ്രി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇപ്പം ഞാൻ മാത്രം കണ്ടാൽ പോരല്ലോ. മലമേൽ പാറയുടെ 360 ഡിഗ്രി. നമുക്കിപ്പം ക്ഷേത്രം കാണാം. പിന്നെന്താ, പച്ചപ്പ് നിറഞ്ഞ നമ്മുടെ കേരളത്തിൻ്റെ ഈ ഹരിതാപവും ഭംഗിയുമൊക്കെ. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ എന്താ, നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമിയില്ല, ചുവന്ന സൂര്യൻ നല്ല ഉദിച്ച് തലയ്ക്ക് മുകളിൽ നിൽപ്പുണ്ട്. നട്ടുച്ചയ്ക്കൊന്നും ആരും ഇതിൻ്റെ പുറത്തൊന്നും കയറി കളയല്ലേ, വെയിലടിച്ച് മൂക്കും. ഇവിടുന്ന് താപ്പോട്ട് നോക്കുമ്പോഴേ ഒരു പോളി ഹൗസ് കാണുന്നുണ്ട്. താഴെ പച്ചക്കറി കൃഷിയാണെന്ന് തോന്നുന്നു ഉദ്ദേശം. നമ്മളിവിടെ വന്നപ്പോൾ തൊട്ടേ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ശ്രദ്ധിച്ചായിരുന്നു ആരെങ്കിലും? അതിവിടെ ഒരു മിഷനറീസിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. അത് വേറൊന്നുമല്ല, അവിടെ ആയിട്ട് ടൂറിസത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. അവിടെ എന്തായി എന്ന് നമുക്കൊന്ന് പോയി നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ മലമേൽ പാറ ഒരു തവണയെങ്കിലും വന്ന് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൊട്ടാരക്കര, പുനലൂരൊക്കെ താമസിക്കുന്നവർക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്ഥലം ഇവിടെ. വൈകുന്നേരം വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ കാർമേഘം നല്ല ഇരുണ്ട് വരികയാണ്, മഴക്കോളാണ്. അപ്പം നമുക്ക് അതിനു മുമ്പ് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് താപ്പോട്ട് പോകാം. ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പാറയിൽ സ്റ്റെപ്പ് കൊത്തി വെച്ചിട്ടുണ്ട്. മഴ സമയത്തൊക്കെ കയറാൻ ഇറങ്ങാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇവിടെ താഴെ നിൽക്കുമ്പോഴൊരു വ്യൂ ഉണ്ട്. അത് നമുക്ക് താപ്പോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പടികൾ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. നമുക്കപ്പം എല്ലാവർക്കും ഉപകാരമായ രീതിയിൽ ഇവിടെ പടവുകൾ കൊത്തിവെച്ച ആരായാലും അയാൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുവഴി നമ്മൾ താഴേക്ക് വന്നു. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാഴ്ചയൊന്നുമില്ല. മുകളിൽ നിന്ന് നോക്കുന്നതിൻ്റെ അത്ര വ്യൂ ഒന്നും താഴെയില്ല. പിന്നെ റിസ്ക് എടുത്ത് ഇതിൻ്റെ താഴോട്ട് ഇറങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ താഴെ വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. അതിൽ കുറച്ച് തവളയുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ മലമേൽ പാറ മുകളിൽ നിന്ന് നോക്കാൻ നല്ല ഭംഗി തന്നെയാണ്. അപ്പോൾ നമുക്ക് അപ്പുറത്ത് ടൂറിസത്തിൻ്റെ പണി കിടക്കുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ എന്തായെന്ന് നോക്കാം. നമുക്ക് വന്ന വഴി ഈ കാട്ടിക്കൂടാണ്. അപ്പോൾ നമ്മൾ തിരിച്ചും ഈ കാട് വഴി തന്നെ പോകേണ്ടി വരും. വേറെ വഴിയില്ല, അവിടെ എല്ലാം അടച്ചു വെച്ചിരിക്കുക.
അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശം കാണിച്ചിട്ടില്ലായിരുന്നു. ഇതാണ് മുൻവശം. ഇതൊരു പാറയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് താഴേക്ക് കല്ലിൽ കൊത്തിയ ഒരു ചെറിയ പടവുകൾ കാണാം. മഴ സമയത്ത് തെന്നി വീഴാതിരിക്കാനായിരിക്കും, അല്ലെങ്കിൽ പിടിച്ച് കയറാനൊക്കെ ആയിരിക്കും ഈ തൂണിവിടെ സ്ഥാപിച്ചിരിക്കുന്നത് സൈഡിലിങ്ങനെ. നമ്മൾ താഴോട്ട് പോകുമ്പോൾ പിന്നെ ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഒരു അരയാൽ വൃക്ഷം ഇവിടെ നിൽപ്പുണ്ട്, പടർന്ന് പന്തലിച്ച്. ഇതൊരു നടപ്പന്തലിൻ്റെ പുറകുവശത്തായിട്ടാണ്. നടപ്പന്തൽ കയറുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാം. മലമേൽ ക്ഷേത്രത്തിലേക്കുള്ള വഴിയും അതേപോലെ ടൂറിസം, പുതിയ മലമേൽ പാറ എന്ന് പറഞ്ഞ് ടൂറിസം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വഴിയാണിത്. ടൂറിസം ഇപ്പം ഇവിടെ ഒരു ഗേറ്റ് സ്ഥാപിക്കുമെന്ന് തോന്നുന്നില്ലെങ്കിൽ അവിടെ മെയിൻ ഗേറ്റ് ആയിരിക്കും. ഇതിനു മുമ്പ് ഈ ടൈലൊന്നും ഇതിനൊക്കെ പാകിയിട്ടൊന്നുമില്ല. ഇതിപ്പം ഇവർ വർക്ക് ചെയ്തതിന് ശേഷം പാകി തുടങ്ങിയത്. അപ്പം ക്ഷേത്രം ഇനി അല്ലെങ്കിൽ ഈ മലമേൽ പാറ ഇനി കാണാൻ വരണമെങ്കിൽ ചിലപ്പം ടിക്കറ്റ് എടുത്തേക്ക് അതിനകത്ത് കയറാൻ കഴിയും. ഇപ്പം വന്നാൽ നമുക്ക് വേറെ ടിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, നോർമലി ഇതിനകത്ത് കയറാൻ കഴിയും. ഇവരിവിടെ ടൈലൊക്കെ പാകി വേലിയൊക്കെ കെട്ടി മനോഹരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ വരാൻ പറ്റിയൊരു ഉദ്യാനമായി മാറും ഈ മലമേൽപ്പാറ എന്നുള്ളത്. അവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ പണി ഏകദേശം പൂർത്തിയായി. ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ വളരെ മനോഹരമായൊരു സ്ഥലമാണ്. ഇൻ്റർലോക്കിൻ്റെ പണിയൊക്കെ ഏകദേശം ആയി. ഇവിടെ ഇനി പെയിൻ്റൊക്കെ അടിച്ച് കഴിയുമ്പം ഭയങ്കര രസമായിരിക്കും കാണാൻ. ഇതിൽ തന്നെ ഒരു പൂന്തോട്ടം പോലെ ഒരു സെറ്റപ്പ് ഇവിടെ പണിയുന്നുണ്ട്. ഇവിടുത്തെ ചെടികളൊക്കെ ഇവരിപ്പം നട്ടിരിക്കുക. അപ്പം ഇതൊരുവിധം ആകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇവിടെ പെയിൻറ്റിങ് വർക്കെല്ലാം ഇനി കിടക്കുക. നമുക്ക് താഴോട്ട് പോവാം, അവിടെ നല്ല കാഴ്ചയാണ്. അപ്പോൾ ഇതാണ് മലമേൽ പാറ മെയിൻ ടൂറിസം എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ നിന്ന പാറയാണ് കാണുന്നത്. നമ്മൾ ഇച്ചിരി മുകളിലായിരുന്നു, ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തുള്ള പാറ. അവിടെയാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ല വ്യൂ ഉള്ളത്. ഇവിടെ ഇരിക്കാനൊക്കെ നല്ല സൗകര്യം ചെയ്യുന്നുണ്ട്. ഇവിടെ നട്ട ചെടികളൊക്കെ കിളിച്ച് വരുന്നുള്ളൂ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും. ഈ വർക്ക് തീരുമ്പോൾ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർ ഇവിടെ വരിക, കാണുക.